ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിരിച്വൽ ലൈഫിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം തടസ്സങ്ങൾ വരുന്ന സിറ്റുവേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ 11 നിരന്തരമായിട്ട് കാണുന്ന ആൾക്കാർ, ടിൻ ഫ്ലെയിം ജേണിക്കാർ, സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ടാറോ കാർഡ് വീഡിയോസ്, അങ്ങനത്തുള്ള ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആവുന്ന, അതായത് അവേക്കനിങ് ആവുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പറയുന്ന ജേണിയിലോട്ട് എങ്ങനെയോ എത്തിപ്പെടുന്നു, നിങ്ങൾ പോലും അറിയാണ്ട് എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡൻസ് ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മേ ബി അറിയാൻ പറ്റത്തില്ലായിരിക്കും, ഇത് എന്ത് ജേണിയാണെന്ന് അറിയാൻ പറ്റത്തില്ല. സ്പിരിച്വൽ ജേണി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫീലിങ്സ് ഉള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും അൾട്ടിമേറ്റ്ലി യൂണിവേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് യൂണിവേഴ്സലായിട്ട് തന്നെ ചേഞ്ച് ആക്കി അവരെ ക്രൂശിച്ച് എത്രത്തോളം അവരെ പാകപ്പെടുത്തി എടുക്കാൻ പറ്റും, എത്രത്തോളം അവർക്ക് പെയിൻ കൊടുക്കാൻ പറ്റും, അത്രത്തോളം പെയിൻ കൊടുത്ത് യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന, അതായത് നമ്മളിപ്പം ഒരു സാധനം ഈ യൂണിവേഴ്സൽ ഗൈഡൻസ്, അതായത് ഒരു കാര്യം ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചിന്തിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ അതിനുള്ള ആൻസർ തരും, അല്ലെങ്കിൽ ആൻസർ പല രീതിക്ക് യൂണിവേഴ്സ് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് തരുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ടാറോ കാർഡ് റീഡേഴ്സ് വഴി തരും, അല്ലെന്നുണ്ടെങ്കിൽ പല എനർജീസ് വഴി നമ്മുടെ ലൈഫിലെത്തും. അപ്പം അത് എന്താ പറയാ, എല്ലാ മതക്കാരും അല്ലെന്നുണ്ടെങ്കിൽ മതമൊക്കെ മാറിയതിന് ശേഷം ഒരു സ്പിരിച്വൽ കണക്ഷൻ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ലൈഫ് ഇതാണ്, അല്ലെങ്കിൽ ലൈഫിന്റെ പാത്ത് ഇതാണ്, ഇവിടെ വന്നിരിക്കുന്നതിന്റെ പർപ്പസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആ കർമ്മ ഫീൽഡിലൂടെ പോകുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെ ഫീൽഡിലാണ് പോകുന്നതെങ്കിൽ പോലും കുറച്ചധികം അവേക്കനിങ് ആയി നിൽക്കുന്ന, പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു സമയത്ത് നമ്മുടെ ലൈഫിൽ നിന്നും വേണ്ടപ്പെട്ടവർ, അല്ലെന്നെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാം നമ്മൾ അകറ്റി നിർത്തും. കുറേ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലോട്ട് വരും. അതേപോലെ തന്നെ എന്താ പറയുക, ഏഞ്ചൽ നമ്പർ കണ്ടു തുടങ്ങും, ചിത്രശലഭങ്ങളെ കണ്ടു തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ സോൾമേറ്റുകൾ നമ്മുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ ഓപ്പർച്യൂണിറ്റി പരമായിട്ടുള്ള പല പല ആൾക്കാർ, അതായത് നമ്മുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് വന്ന് നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കുന്ന ഒരു സിറ്റുവേഷൻ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇതൊക്കെ യൂണിവേഴ്സ് നമുക്ക് തരുന്നത് ഈ ഒരു യൂണിവേഴ്സൽ പവറാണ്. നമ്മൾ അതിന് വിധിക്കപ്പെട്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ജനിക്കപ്പെട്ട ആൾക്കാരാണ്. നല്ലൊരു ജന്മമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കുറെ പെയിൻ തന്നതിന് ശേഷം നമ്മുടെ പർപ്പസ് എന്താണോ അതിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് തരുന്നത്. അപ്പം ഞാനിവിടെ നോക്കുന്നത് ഇങ്ങനെ സിറ്റുവേഷൻസ് കടന്നു പോകുന്ന ആൾക്കാർക്കുള്ള ഗൈഡൻസ് ആണ് ഞാൻ പറയുന്നത്. ഗൈഡൻസ് മാത്രമല്ല, അതെന്താണ്, അത് കാർഡ് എടുത്താൽ അതിനുള്ളൊരു സംഭവം എനിക്കിവിടെ അറിയാൻ പറ്റും. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. കുറേ പെയിൻ ഉണ്ട്, എല്ലാവർക്കും ഈ വീഡിയോ കണക്റ്റഡ് ആവും. ഓക്കെ, കാരണം നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ഈ വീഡിയോ ഈ ടാറോ കാർഡ് വീഡിയോസ് ഒക്കെ കാണുന്ന മിക്കുള്ളവരും സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാർ തന്നെയാണ്, ദൈവവിശ്വാസമുള്ള ആൾക്കാരാണ് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോസ് കാണാൻ പറ്റും, അല്ലാത്തവർക്കും കാണാം, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെയൊക്കെ കാരണം, എന്താണ് ഈ ഒരു സിറ്റുവേഷൻ. സ്പിരിച്വൽ ഗൈഡൻസ് ആണ്. ഓക്കെ, ഞാൻ പൈലൊന്നും വെക്കുന്നില്ല, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ് ആയിരിക്കും. അപ്പം പൈലൊന്നും വെച്ച് നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആവത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, ഇതൊരു മെസ്സേജ്, ദിസ് ഈസ് മെസ്സേജ് ഫോർ യു. നിങ്ങൾ ഈ സമയം കേൾക്കേണ്ട കുറേയധികം കാര്യങ്ങളാണ്, അറിയേണ്ട കുറേയധികം സിറ്റുവേഷൻസ് ആണിത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേയധികം കാര്യങ്ങളാണിത്. ഓക്കെ, നിങ്ങളിവിടെ കൊണ്ടെത്തിക്കുന്നതിന് പല 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 സംഭവങ്ങളുണ്ടാവും, അത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ലൈഫ് ടൈം ബിൽഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഒരു ടൈം കഴിഞ്ഞു പോയിട്ട്, നിങ്ങളുടെ ഒരു നല്ലൊരു സമയം കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ ഉണ്ടാകുന്ന ഒരു ബാഡ് ടൈം, അത് തന്നെയാണ് സ്പിരിച്വൽ. അല്ലെന്നുണ്ടെങ്കിൽ
സ്പിരിച്വൽ റിയാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സ്പിരിച്വാലിറ്റി, അതായത് സ്പിരിച്വൽ റിയാലിറ്റി, സ്പിരിറ്റിന്റെ ഒരു റിയാലിറ്റി എന്താണ് നിങ്ങൾ മനസ്സിലാക്കി തരിക. ഈ ലോകം എന്താണെന്ന് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷൻ. അത് പല ഏജിലും പല ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമിലും മനസ്സിലാക്കും. ചിലർ പത്താം വയസ്സിൽ മനസ്സിലാക്കും, ചിലർ 30-ആം വയസ്സിൽ മനസ്സിലാക്കും. ആ ഏജിൽ മനസ്സിലാക്കുന്ന ഒരു തരം സിറ്റുവേഷൻ ലൂപ്പ്. ഇറ്റ്സ് എ ടൈം ലൂപ്പ് എന്ന് പറയും. അതായത് ഈ ലോകത്ത് വന്നിട്ട്, ഈ ഭൂമിയിൽ വന്നിട്ട് ഇവിടം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് റിട്ടേൺ പോകാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇതെന്താണെന്ന് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ എന്താണ് എന്നുള്ളൊരു, ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ, ഇവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എ മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ മെച്യൂർഡ് ആവുന്നതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ബോധം ഉണ്ടാവുന്നുണ്ട്, ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് വരും. അങ്ങനത്തെ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മളെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അതായത് നമ്മളുടെ എവിടെയൊക്കെയാണ് നമുക്ക് ഫോൾട്ട് ഉള്ളത്, എവിടെയൊക്കെയാണ് നമ്മൾ ഡൗൺ ആവുന്നത്, എന്തൊക്കെയാണ് നമ്മളുടെ നെഗറ്റിവിറ്റീസ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് നമുക്ക് ഗൈഡൻസ് തരുന്ന യൂണിവേഴ്സ് പവറുകൾ, അല്ലെങ്കിൽ നമുക്ക് ഗൈഡൻസ് തരുന്ന എനർജീസ്, നമ്മൾക്ക് ഗൈഡൻസ് തരുന്ന ഏഞ്ചൽസ്, ഇതിനെ പറയുന്ന പേരാണ് ഈ പറയുന്ന സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരുന്ന സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും ബാഡ് ആയിരിക്കാം, ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റീസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം, ഈഗോ പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇതൊക്കെ അൺലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പേടിയായിരിക്കാം. ഇതൊക്കെ നമ്മളെ തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ. നമുക്കിതൊക്കെ ചേഞ്ച് ആക്കി മാറാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് നിങ്ങളിലോട്ട് അടുക്കുക. അതായത് നിങ്ങൾ കെട്ടി വെച്ചിരിക്കുന്ന ഒരു മാസ്ക് ഉണ്ട്, സമൂഹത്തിൽ കാണിച്ചു വെച്ചിരുന്ന ഒരു മാസ്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഒരു മാസ്ക് ഉണ്ട്. നിങ്ങളായിട്ട് നിൽക്കാത്തൊരു സിറ്റുവേഷൻ വരും. നിങ്ങളായിട്ട് നിൽക്കുന്ന മേ ബി നിങ്ങളുടെ അടുത്ത് തന്നെയായിരിക്കാം. അപ്പം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളാവാൻ വേണ്ടിയിട്ടുള്ളൊരു ചേഞ്ചസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള അടുത്ത് കാണിക്കുന്ന അഹങ്കാരം, അഹംഭാവം, എന്തും നേടാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ, ഇതൊക്കെ മാറി. കാരണം നമ്മൾ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും അവസാനം പോകേണ്ടത് 6 അടി മണ്ണിലാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി മെറ്റീരിയൽ ലൈഫിലുള്ള ചേഞ്ചസുകൾ, ഇൻസെക്യൂരിറ്റീസ്, ഈഗോസ്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ട്, നിങ്ങളുമായിട്ട് അടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സ്പിരിച്വൽ ജേർണി നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു ടൈം നിങ്ങളുടെ ലൈഫിലോട്ട് ക്രിയേറ്റഡ് ആവുന്നത്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ്, എൻ്റെ കൂടെ ആരോ ഉണ്ട്, എന്നെ ആരോ ഗൈഡ് ചെയ്യുന്നുണ്ട്, എന്നെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ എന്തൊക്കെയോ ഉണ്ട്, നെഗറ്റീവും തരുന്നുണ്ട്, പോസിറ്റീവും തരുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നത്, എന്തോ ഒരു വോയിസ് കേൾക്കുന്നുണ്ട്, എൻ്റെ കൂടെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് ലൈഫ്. ഒപ്പം ഉണ്ടെന്നല്ല, കൂടെ ഉണ്ടെന്നല്ല, ഉള്ളിൽ തന്നെ ഉണ്ട് സംഭവം. അതായത് നമ്മളെ കൂടെയോ ഒപ്പമോ ഒന്നുമല്ല നടക്കുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇത് നടക്കുന്നത്, പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയമാകുമ്പോൾ പല എനർജീസിനും നമ്മുടെ ഉള്ളിൽ കയറാനുള്ളൊരു പവർ ഡിവൈൻ നമ്മുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ തരും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു പരകായ പ്രവേശനം എന്ന പോലത്തുള്ള, കാരണം നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കണം, കാര്യങ്ങളെ ചിന്തിപ്പിക്കണം, കാര്യങ്ങളെ സിറ്റുവേഷൻസ് നമ്മളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ എത്രത്തോളം ഡൗൺ ആക്കി, നമ്മൾ അത്രത്തോളം എന്താ പറയുക, അത്രത്തോളം ഒരു ലോവസ്റ്റ് ആയിട്ടുള്ള ലൂപ്പിൽ കൊണ്ട് വിട്ടാൽ മാത്രമേ നമ്മൾ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെഗറ്റീവുള്ള ആൾക്കാർ വരും, അതേപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വരും. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ളത്, നിങ്ങൾ എത്രത്തോളം ഡൗൺ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അതൊക്കെ നിങ്ങളെ മാറ്റിക്കൊണ്ട്, ആ ഒരു സംഭവങ്ങളൊക്കെ ചേഞ്ച് ആയിക്കൊണ്ട് നിങ്ങളെ മുന്നേറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ടൈം. ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറേ അധികം ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് തന്നെ മാറിപ്പോകും. അതായത് എനർജി ഇങ്ങനെ ലോസ് ആക്കിക്കൊണ്ടിരിക്കും, എനർജി ഇങ്ങനെ ലോസ് ആക്കി ഭയങ്കരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അയ്യോ പണ്ട് കണ്ടൊരു വ്യക്തിയാണോ ഈ ഒരു വ്യക്തി. അത് കാരണം അത്രത്തോളം ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അതാണ് ഈ പറയുന്ന ടിൻ ഫ്ലെയിം ജേണിക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും മേ ബി. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം തന്നെയാണുള്ളത്, ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല ആ സമയത്ത്. നമുക്ക് എത്രത്തോളം ലുക്ക് ഉണ്ടോ, എത്രത്തോളം ഗ്ലാമർ ഉണ്ടോ, എത്രത്തോളം നമുക്ക് പണമുണ്ടോ, പ്രശസ്തി ഉണ്ടോ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മളെ ആരും തിരിഞ്ഞു നോക്കാത്തൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം
ടൈം ഫോർ ചേഞ്ച് ആവാനുള്ളൊരു സമയമാണ് ആ ഒരു സമയത്ത് നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മുടെ ലൈഫിലോട്ട് ആരെയും അട്രാക്ട് ചെയ്യിപ്പിക്കത്തില്ല. മേ ബി നമ്മുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. ഇവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, റിലേഷൻ ആയിരിക്കും, ഇവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് നമ്മുടെ ലൈഫിൽ നിന്നും ആ സമയത്ത് മാറി നിൽക്കേണ്ട ഒരു ടൈമാണ്. കാരണം അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഉന്നതി, അല്ലെങ്കിൽ നമുക്കൊരു വിജയം, നമുക്കൊരു ലെറ്റ് ഗോ, എല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് നമ്മളായിട്ട് മാറി നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊരു ചേഞ്ച് ആണ്. ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ പവർ ആണ്. ഓക്കെ, ആ ഡിവൈൻ പവർ എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ ജേണി അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഡിവൈൻ പവർ ആണ്. അതങ്ങനെയാണ്. ഓക്കെ, സ്പിരിച്വൽ ജേണിയിലുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണി ഇതെല്ലാം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് കാലത്തിനനുസരിച്ചായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഡിവൈൻ അനുസരിച്ച്, അതായത് കാലം എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതായത് യൂണിവേഴ്സിൽ എന്താണോ വിചാരിക്കുന്നത്, യൂണിവേഴ്സ് എന്താണോ അവന് തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമായിരിക്കാം. പേടിയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. കാരണം ഇറ്റ്സ് ഡിവൈൻ ടൈം. എന്ത് പ്രശ്നം വന്നാലും നേരിടണം, എന്ത് സിറ്റുവേഷൻ വന്നാലും ഹാൻഡിൽ ചെയ്യണം. എന്തൊക്കെ പ്രശ്നങ്ങളിലോട്ടാണ് കടന്നു പോയി കൊച്ചുകുട്ടിയുടെ കണക്കായിരിക്കും. കൊച്ചുകുട്ടിയുടെ അടുത്ത് പാമ്പിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാലും 2 വയസ്സായുള്ളൊരു പയ്യനെ കുറിച്ച് കൊച്ചിൻ്റെ അടുത്ത് പാമ്പിനെ കൊണ്ട് ഇട്ട് കൊടുത്താൽ അവന് പേടിയൊന്നും കാണത്തില്ല, അവൻ അതെടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. കാരണം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ, കാരണം ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ, ആദ്യമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് കാലത്തിനനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് പ്യൂരിറ്റി ആയിരിക്കും. നമ്മൾ മരത്തിനോട് സംസാരിക്കാൻ തുടങ്ങും, പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി തുടങ്ങും, കൊച്ചു കുട്ടികളെ കണക്കായിരിക്കും നമ്മൾ മാറുന്നത്. കാരണം ഇറ്റ്സ് എ റീബർത്ത്, പുതിയൊരു ജനനം. നമ്മൾ കണ്ടിട്ടില്ല ഇത് എന്താണെന്ന്, നമ്മൾ അറിയത്തില്ല. റീബർത്ത് എന്ന് പറഞ്ഞാൽ പുതിയൊരു ജന്മം ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റേ എടുത്ത് കളഞ്ഞു, പഴയ ജന്മത്തിനെടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു ജന്മം നമ്മുടെ ലൈഫിലോട്ട് തരുന്ന ഒരു സിറ്റുവേഷൻ. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നമ്മൾ ചെയ്ത് കൂട്ടിയ എല്ലാ കർമ്മയും ബേൺ ചെയ്തിട്ട് പുതിയൊരു ജന്മം തരുന്ന സമയത്ത് നമുക്കറിയാം, അയ്യോ ഇത് ഏത് വേൾഡാ, ഇത് എന്ത് ലോകമാണ്. നമ്മൾ ജീവിച്ചിരുന്ന ലോകം ഇത് തന്നെയാണ്, നമ്മൾ ജീവിച്ചിരുന്ന വേൾഡും ഇത് തന്നെയാണ്, നമ്മൾ ജീവിച്ചിരുന്ന ഭൂമി ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോൾ, എന്താണ് ഇത് നടക്കുന്നത്, പെട്ടെന്ന് എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാലൻസ് വന്നു തുടങ്ങും. അതേപോലെ തന്നെ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തരും. നിങ്ങളുടെ ലൈഫിൽ തരുന്നത് നെഗറ്റീവ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നെഗറ്റീവിൻ്റെ 100 മടങ്ങ് ശക്തി സ്പിരിച്വൽ ജേണിയിൽ പോകുന്ന ഒരാളുടെ കയ്യിലുണ്ടാവും. അത് സൈക്കിക് അറ്റാക്ക് ആണെങ്കിൽ, ഓപ്പോസിറ്റ് വരുന്ന ഒരു സൈക്കിക് അറ്റാക്ക് ആണെങ്കിൽ, സ്പിരിച്വൽ ജേണിയിലൊരുത്തൻ്റെ കയ്യിലിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അത് അടുത്തോട്ട് വരാണ്ടിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു പവറാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ബ്രില്യൻ്റ് ആണ്, നിങ്ങൾ ടാലന്റഡ് ആണ്, നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടഡ് ആയിരിക്കും, കൺട്രോളിങ് ആയിരിക്കും. യൂണിവേഴ്സ് നിങ്ങളെ തൊടാൻ പോലും സമ്മതിക്കില്ല. എത്ര വലിയ ആരെ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സ് തൊടാൻ സമ്മതിക്കും. കാരണം അവരുടെ ഗൈഡൻസും കാര്യങ്ങളും എല്ലാം കൂടെ തന്നെ ഉണ്ടാവും. യൂണിവേഴ്സ് അങ്ങനെയാണ് പഠിപ്പിച്ച് വിടുന്നത്. യൂണിവേഴ്സിന്റെ ഗൈഡൻസ് അത്രത്തോളം ഉണ്ടാവും. എത്രത്തോളം വേദന, എത്രത്തോളം പെയിൻ തരും. അതായത് മാതാപിതാക്കൾ അടിക്കും, പക്ഷെ വേറൊരുത്തം വന്ന് കൈവയ്ക്കാൻ സമ്മതിക്കത്തില്ല. അതേ കണക്ക് തന്നെയാണ് സിറ്റുവേഷൻ. നിങ്ങളൊന്ന് തൊടാനൊന്നും ആർക്കും പറ്റത്തൊന്നുമില്ല. കർമ്മ റിലേറ്റഡ് ആയിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം യുവർ ഏഞ്ചൽ, നിങ്ങളെ ഏഞ്ചലാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. യൂണിവേഴ്സിൽ നിങ്ങളെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് തരുന്നത്. ലോകത്ത് വെറുതെ വന്നിട്ട് വേറൊരുത്തൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഇവൻ ചെയ്യുന്ന താരതമ്യപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല. ഒരു ടൈം, ആ ടൈം മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബ്രില്യൻ്റ് ആയിട്ട്, ടാലൻ്റ് ആയിട്ട്, സക്സസ്, നിങ്ങളുടെ സക്സസ് എവിടെയാണോ, നിങ്ങളുടെ ഹാപ്പിനെസ് എവിടെയാണ്, നിങ്ങളുടെ സന്തോഷം എവിടെയാണോ, നിങ്ങൾക്ക് എവിടെയാണ് ഒരു ഡോപ്പാമിൻ ക്രഷ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഒരു അഡ്രിനലിൻ റഷ് ഉണ്ടാവുന്നത്, അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓപ്പർച്യൂണിറ്റി കിട്ടും തോറും പിന്നെയും പിന്നെ ഓപ്പർച്യൂണിറ്റി മേടിച്ചുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കിട്ടിയാലും മടുക്കരുത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അതൊക്കെ നിങ്ങൾ വേണം വേണം ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. നെഗറ്റീവ് ചോദിക്കരുത്, പോസിറ്റീവ് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു പ്രിൻസസ് ആവും, അല്ലെങ്കിൽ ഒരു പ്രിൻസ് ആവും, രാജകുമാരനോ രാജകുമാരിയോ ആവും. അപ്പം ഞാൻ പറയുന്ന കണക്ക് ഈ കൊച്ചിന്റെ കയ്യിൽ ഓൾമോസ്റ്റ് എന്താ പറയാ, ഒരു പാമ്പിനെ കിട്ടുന്നു. ഇവൻ 2-ാം വയസ്സിൽ ഒരു പാമ്പിനെ കിട്ടുന്നു. ഈ പാമ്പിനെ അടുത്ത് കളിച്ച് 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 ഓൾമോസ്റ്റ് ആ പാമ്പ് എന്താണ്, എന്തായാലും ഈ കൂടെ വളരുമ്പോഴത്തേക്കും പാമ്പും ഇവൻ ഇഷ്ടപ്പെടും, അങ്ങനെ വളരുമല്ലോ. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വളരും. അപ്പം കുറെ അധികം പവർ കിട്ടാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ട്? ആ ഗെയിം എന്താണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങും. അല്ലാണ്ട് സിറ്റുവേഷൻ ഗോ വിത്ത് ദ ഫ്ലോ, അതങ്ങനെ അങ്ങ് കൊടുത്ത് ജീവിതത്തിൽ വരുന്നതാണ്, ഇത് വിധിയാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എക്സ്പീരിയൻസ് ആണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, ആദ്യമൊക്കെ ഭയങ്കര സിറ്റുവേഷൻസ് ആയിരിക്കും. ഈഗോ നമുക്ക് പറ്റത്തില്ല, ഭയങ്കരമായിട്ടും നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല. നമ്മളെ കരിയറൊക്കെ നമ്മൾ നഷ്ടപ്പെടണം എന്ന് പറയുന്നത് ഭയങ്കര പാടല്ലേ.
അപ്പം കരിയർ സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ചു പോകും. പക്ഷെ അതിലൊന്നും പേടിച്ച് തളരാണ്ട് ഇറങ്ങുക. എന്ത് സിറ്റുവേഷനിലായാലും തരണം ചെയ്യാൻ വേണ്ടി നോക്കുക. ഓൾമോസ്റ്റ് ചില സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അത് ഞാനും ഭയങ്കര സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ട്, തരണം ചെയ്യാൻ പറ്റാണ്ട് മാറിയൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, വിഷമിച്ച് മാറി നിൽക്കുക, അത്ര തന്നെയാണുള്ളത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വിഷമിച്ചൊക്കെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ടൈം ഇല്യൂഷൻസ് ഉണ്ടാവാം, എന്താ പറയാ, ട്രാപ്പഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും, ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ലിബർട്ടി ഉണ്ടാവാം. അതുപോലെ തന്നെ സിറ്റുവേഷൻ ഭയങ്കര ഡാർക്ക് ആയിട്ട് തോന്നാം. എന്താ പറയാ, ചോക്ലേറ്റ് കാണുമ്പോഴത്തേക്കും അത് എരിവാണെന്നൊക്കെ തോന്നിപ്പോകും ചില സിറ്റുവേഷൻസ് ഒക്കെ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു 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 മായിക ലോകമാണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. അത് നമ്മളെ എത്രത്തോളം നമുക്ക് ഒരു കൊച്ചിന്റെ അടുത്ത് പോലും നമുക്ക് പോയിട്ട് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല ആ സമയത്ത്. കൊച്ചിനെ പോലും നമ്മൾ ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യേണ്ടി വരും ആ സമയത്ത്. കൊച്ചു കുട്ടികൾക്ക് വഴി നമ്മളെക്കാളും കഴിവുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. ആ ടൈമിൽ അങ്ങനെയാണ്. അത് എനിക്കും ആ സമയത്ത് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊരു റെസ്പോൺസ് ആണ്, അതായത് റെസ്പോണ്ട് ആണ്. അതായത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, യൂണിവേഴ്സിന്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് യൂണിവേഴ്സിനോട് ചോദിച്ച് വാങ്ങണം. ആ സമയത്ത് നമ്മുടെ ഈഗോ ക്ലാഷ് ഒക്കെ മാറും, എല്ലാ സിറ്റുവേഷൻസും മാറും. ഓക്കെ, പിന്നെന്താണ് പറയാനുള്ളത്? ഓരോ വ്യക്തിയും എന്താണ്, ഓരോ ആൾക്കാരും എന്താണ്, ലൈഫ് എന്താണ്, ജീവിതം എന്താണ്, ലൈഫിന്റെ ഓരോ പാതകൾ എന്താണ്, ആരാണ് നമുക്ക് വേണ്ടത്, എന്തായിരുന്നു നമ്മൾ ആരാണ്, നമ്മുടെ ലൈഫിൽ എന്താണ്, ഫെമിനിൻ എനർജി ആണോ മസ്കുലർ എനർജി ആണോ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. എന്താ പറയാ, കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കടന്നു പോകേണ്ട കുറേ സിറ്റുവേഷൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. വിധിക്കപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്, അതൊക്കെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഫ്രഷ് ആയിട്ട്, അതിന്റെ മെറ്റീരിയൽ ലൈഫിലൊക്കെ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് വിധിക്കപ്പെട്ട നമ്മുടെ ഏഞ്ചൽ നമുക്ക് വേണ്ടിയിട്ട് എഴുതി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിധിക്കപ്പെട്ട നമ്മുടെ ജേണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ചൂസ് ചെയ്ത് കണക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന് അട്രാക്റ്റഡ് ആവും, സിറ്റുവേഷൻസ് ഓക്കെ ആവും. എന്താ പറയാ, അതൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോയി എല്ലാവരും സ്പിരിച്വൽ ജേണിയിൽ കടന്നു പോകും കേട്ടോ. കുറേ അധികം ആൾക്കാർ കടന്നു പോകും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കടന്നു പോകാത്ത ആരുമില്ല, എല്ലാവരും കടന്നു പോകുന്നുണ്ട് സ്പിരിച്വൽ ജേണിയിലൂടെ. അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ കഴിവ് എന്താണോ, നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, അതിന് വേണ്ടിയിട്ട് 100% സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം, സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്. എക്സാമ്പിള്, ഇപ്പം എനിക്ക് പാടാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ സ്പിരിച്വൽ ജേണി. ഇപ്പം എനിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ സ്പിരിച്വൽ ജേണി. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറുന്ന സമയത്ത് അവിടെ സ്പിരിച്വൽ ജേണിയാണ് വരുന്നത്. സ്പിരിച്വൽ, അതായത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ അവേക്കനിങ് ആക്കി എടുക്കുക, വെട്ടി മൂർച്ചപ്പെടുത്തി സെറ്റാക്കി ജീവൻ കൊടുത്ത് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ സ്പിരിച്വൽ ജേണിയിൽ പറയാനുള്ളത്. പിന്നത്തെ ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ചില സമയത്ത് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും കോൺഫ്ലിക്റ്റ് ആയി പോകും, കൺഫ്യൂഷൻ ആയി പോകും, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ടൈം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടും ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഒരു ഫുൾ കൺഫ്യൂഷൻ, ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോള്. ഇത് ആരെന്ത് പറഞ്ഞിട്ടും പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ, നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ ഇത് ഞാനല്ലേ കിടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ചുണ്ട്. എങ്കിൽ പോലും ഐ തിങ്ക് ഞാനിങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് മാറും, ചേഞ്ച് ആവും. അത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ടൈം ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പാടാണ്. അത് പലപ്പോഴും ഇതല്ല അതല്ല, ഒരു 4-5 ഫ്ലോ തോന്നും. ഇതിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇതല്ല എൻ്റെ സാധനം, അതിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതും അല്ല എൻ്റെ സാധനം, മറ്റേലോട്ട് പോകുമ്പോഴത്തേക്ക് അയ്യോ ഇതല്ലല്ലോ എൻ്റെ സാധനം, വേറെ എന്തൊരു സാധനം ഉണ്ടല്ലോ എനിക്ക് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം പലതും പല സിറ്റുവേഷനിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതായത് എന്താ പറയാ, അതല്ല ഇതല്ല മറ്റേല്ല മറിച്ചല്ല, അത് എനർജി ബേസിലുള്ള നടക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, അപ്പം അതൊരു എന്താ പറയാ, അതൊരു ഏഞ്ചൽ ഗൈഡൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഓൾമോസ്റ്റ് ഞാൻ ഈ റീഡിംഗ് ഇരിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ എനിക്കൊന്നും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവത്തില്ല. എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ പോലും എനിക്ക് മനസ്സിലാവത്തില്ല, ഒന്നും അറിയാൻ പോലും പറ്റത്തില്ല. അപ്പം അതൊരു എനർജിയാണ്, ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെയാണ്. അത് ഇതിന് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് മാത്രം അത് ഞാൻ പറയുന്നു. പിന്നീട് ഇവിടെ നിന്ന് വിട്ടിറങ്ങുമ്പോഴത്തേക്ക് എന്താണെന്ന് പോലും എനിക്കറിയാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടാന്ന് പോലും ഇത് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ബ്ലൈൻഡഡ് ആയി പോകും ഫുൾ ടോട്ടലി. അത് നമ്മൾ ബ്ലൈൻഡഡ് ആക്കും. അതൊരു ഇവിടെ കിട്ടുന്ന ഒരു എനർജി അങ്ങനെ. ഓക്കെ,
അപ്പം ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, ജഡ്ജ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും വരും. നിങ്ങളുടെ ലൈഫിൽ പോവേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾക്ക് തരും. എന്താണോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അത് ബാക്കിയുള്ളവരെ കണക്ക് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സാധനം നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവും. എന്തൊക്കെ വന്നാലും നിങ്ങൾ പോകേണ്ട വിഷൻ, നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ അത് എങ്ങനെയാലും കറങ്ങിത്തിരി നിങ്ങളുടെ അടുത്തോട്ട് വരും. ഓക്കെ, അത് നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്, ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പം ജസ്റ്റ് ചിന്തിക്കുക, സേഫ് ആയിട്ട് ചിന്തിക്കുക. റിലേഷൻഷിപ്പ്, ഈ സമയത്ത് റിലേഷൻഷിപ്പിലൊക്കെ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകും കേട്ടോ. അതൊക്കെ നോർമലി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അതൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ മാറി നോക്കിയോളൂ. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള കെയറിങ് ആയിരിക്കും. കെയറിങ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്ലാൻ ചെയ്യാം, ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കാം, ഹയർ സെൽഫിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാം. അതായത് ഒരു വിത്തിട്ട് മുളപ്പിക്കുന്ന വരെ, മുളച്ചൊരു പൂവാവുന്ന വരെ, അല്ലെന്നുണ്ടെങ്കിൽ അതിന്നൊരു കാ ലഭിക്കുന്ന വരെ നിങ്ങൾ അതിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം മാടിപ്പോയി കഴിഞ്ഞാൽ, മറന്നുപോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ പിന്നെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെയും ഇതായിക്കൊണ്ടിരിക്കും. അതിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കാ പറിച്ച് തിന്നാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വയറ് വീക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് യൂണിവേഴ്സലായിട്ട് കൂടുതൽ അടുക്കും. നിങ്ങൾക്ക് ഭയങ്കര എല്ലാത്തിനും ഭയങ്കര ക്ലാരിറ്റി തോന്നും, 5D കണക്ഷൻ തോന്നും. സ്പിരിച്വൽ ജേർണിയിൽ പല പല സിറ്റുവേഷൻസ്, സൈക്കിക് അറ്റാക്ക്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. സൈക്കിക് പരമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടാവും. അങ്ങനത്തുള്ള കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഇൻറ്റ്യൂഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. നമുക്ക് 7 ചക്രാസ് എന്താണെന്ന് അറിയാൻ പറ്റും. കുറേ സ്പിരിച്വൽ ജേർണിയിൽ പരമായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും. എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു പൂച്ചക്കുട്ടിയുടെ ഫീലിങ്സ് പോലും, അല്ലെങ്കിൽ ചെറിയൊരു എലീര, അല്ലെങ്കിൽ ചെറിയ ഒരു എന്താ പറയാ, എല്ലാ ജീവനും ഒരു വാല്യൂ കൊടുക്കും നിങ്ങൾ. അതേപോലെ തന്നെ എല്ലാ മനസ്സിനും, ആരെയും മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി നിൽക്കാത്തൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും. ആരെങ്കിലും പറ്റിച്ചാൽ പോലും നിങ്ങൾ ചിലപ്പം മനസ്സ് വേദനിപ്പിക്കത്തില്ലായിരിക്കാം. കാരണം അത് അങ്ങനെയാണ്. യൂണിവേഴ്സിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് മനസ്സ് വേദനിപ്പിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പണി കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു സംബന്ധിച്ച് എന്താ പറയുക, കിളികളുടെ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നാച്ചുറലായിട്ട് നിങ്ങൾ അടുക്കാൻ തുടങ്ങും. അപ്പൊ അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. ഈ ഒരു ഫീലിങ്സിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു ജേണിലോട്ട് എത്തണം. ആ ഒരു ജേണിലോട്ട് എത്തണം എന്ന് പറയുന്നത് അത് ഭയങ്കര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് ഭയങ്കര പാടാണ്. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത സ്ട്രഗിളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രസവത്തിന്റെ അത്ര സ്ട്രഗിൾ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ജയിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ 10 മാസം ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ, അത്രയും സ്ട്രഗിൾ ഒന്നും ഉണ്ടാവത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം ലേഡീസിന്, ഗേൾസിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാല് പെയിൻ കുറവാണ്. അതായത് സ്പിരിച്വൽ ജേർണിയിൽ പെയിൻ കുറവാണ്. അങ്ങനെ പറഞ്ഞല്ല, സ്പിരിച്വൽ പെയിൻ കുറവാണെന്നല്ല പറഞ്ഞത്. എന്താ പറയാ, അവർക്ക് മറ്റേ പെയിനും കൂടെ ഉള്ളത് കൊണ്ട് ഈ ഒരു പെയിൻ അവർക്ക് കുറച്ചേ കൊടുക്കത്തുള്ളൂ. മറ്റേ പെയിനാണ് എനിക്ക് തോന്നുന്നത് വേദനയായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സ്പിരിച്വൽ ജേർണി വരത്തില്ല. അപ്പം ഇത് കാണുന്ന ഗേൾസ് എല്ലാം, ലേഡീസ് എല്ലാം, ബോയ്സിന്റെ അടുത്ത് നീ പറയേണ്ട ആവശ്യമില്ല, അവര് ഓക്കെ ആയിക്കോളും. ഗേൾസ് എല്ലാം എനിക്ക് പറയാനെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് പെയിൻ അനുഭവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഓൾമോസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ജീവനിൽ തന്നെ, നിങ്ങളുടെ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പെയിൻ നിങ്ങൾക്ക് എടുക്കാനുള്ളതും പെയിൻ അനുഭവിക്കാനുള്ളതും പെയിൻ റിക്കവർ ചെയ്യാനുള്ളതും. അപ്പം അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗേൾസ് ആണ്. അപ്പം ഫെമിനിൻ എനർജിയാണ് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളത്, ഫെമിനിൻ എനർജിയാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കഴിവെന്ന് പറയുമ്പോൾ, തേച്ച് മിനുക്കി എടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെമിനിൻ എനർജിനേക്കാളും വലിയൊരു എനർജി ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും പവർഫുൾ ആണ്. ഇപ്പം നേടിയിരിക്കുന്നതും നേട്ടമുണ്ടായതും എല്ലാം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ മതി. അതിന്റെ പിറകിലൊരു പെണ്ണുണ്ട്. എല്ലാത്തിന്റെ പിറകിലൊരു പെണ്ണുണ്ട്. ദൈവങ്ങളുടെ പിറകിലൊരു പെണ്ണുണ്ട്. എങ്കിൽ അങ്ങനെ അതാണ് ഉള്ളത്. അത് സത്യം അതാണ്. അത് ഞാൻ ലേഡീസിനെ മാത്രം ഇങ്ങനെ ധരിക്കരുത്. ഓക്കെ, അപ്പം അതൊരു പവറാണ്. ആ ഒരു പവർ, ആ ഒരു ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണത്. ആണ് എന്റെ വീഡിയോസ് കൂടുതലും കാണുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, മാക്സിമം നിങ്ങളെ പവർഫുൾ ആവാൻ നോക്കുക, സ്ട്രോങ് ആവാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ നോക്കുക. നെഗറ്റീവ്സിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് മാത്രം ചിന്തിക്കാൻ വേണ്ടി നോക്കുക. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ലേഡീസ് അല്ലെന്നുണ്ടെങ്കിൽ ഗേൾസിന്റെ പ്രാക്കും ഗേൾസിന്റെ വിഷമവും കണ്ണീരും വീണ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോകാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രാക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ മാക്സിമം ആർക്കും ചെയ്ത് കൊടുക്കാണ്ടും ഇരിക്കുക.
ചെയ്യാണ്ടും ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നേറാൻ വേണ്ടി വരും. നിങ്ങളെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങളും പവർഫുൾ ആയിട്ടുള്ള സംഭവം നിങ്ങളുടെ കയ്യിൽ വരും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു ഗൈഡൻസ് എന്നുള്ള നില, കാരണം കുറെ അധികം സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന ഒരു ടൈമാണ് ഈ സമയം. അപ്പം ഇതൊരു നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം.